$15 മില്യൺ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് കൈമാറി. അത് രേഖയുണ്ട്, കൈമാറിയത് രേഖ അവർ പരിശോധിച്ചിട്ടുണ്ട്. അത് കൈമാറി എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. $15 ബില്യൺ എന്ന് നല്ലൊരു തുകയാണ്. അതായത് 140 കോടി രൂപ വരും. ഇത്രയും രൂപ ഇവരാർക്കാണ് കൈമാറിയത്? അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ എന്ന് നോക്കുമ്പോൾ അല്ല. അത് കൈമാറിയിട്ടുള്ളത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു ഏജൻസിക്കാണ്. ആ ഏജൻസി യഥാർത്ഥത്തിൽ അത് വേറൊരു തരത്തിലുള്ളൊരു സ്കാം, ഒരു അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏജൻസി അമേരിക്ക ആസ്ഥാനമായിട്ടുള്ളൊരു ഏജൻസിയാണ്, ഒരു LLC, ഒരു കമ്പനിയാണത്. ആ കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കമേഴ്ഷ്യലിനുള്ള പണം വാങ്ങാനും അതുപോലെ ഇത്തരമുള്ള ഫ്രണ്ട്ലി മാച്ചിൻ്റെ പണം വാങ്ങാനും ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2021 വരെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത്രയും പൈസ നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു. 21 ശേഷമാണ് ഈ കമ്പനിയെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ അമേരിക്കയിൽ നടക്കുന്ന അന്വേഷണം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി ഇവരിൽ നിന്ന് പണം വാങ്ങുന്നു. ഈ വാങ്ങിയ പണം പാർട്ടികളിൽ നിന്ന് പണം വാങ്ങുന്നു. ഉദാഹരണത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയ പണം ചില ഷെൽ കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ ഷെൽ കമ്പനികൾക്ക് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അത് മണി ലോണ്ടറിങ് ആണ് എന്നുള്ളൊരു ആക്ഷേപമാണ് അമേരിക്കയിൽ FBI അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അപ്പോൾ അവരുടെ പരിശോധനയിൽ അവർ ഈ കമ്പനിയുടെ ബാങ്ക് പരിശോധിച്ചതിൽ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കൈമാറിയിട്ടുള്ള ആദ്യം ഒരു $9 മില്യൺ കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് രേഖകളടക്കം അപ്പോൾ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്ത പൈസ എന്ത് ചെയ്യുന്നു? AFAയുടെ ഭാരവാഹികളുടെ ഷെൽ കമ്പനികളിലേക്ക് ഫണൽ ചെയ്യുന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രശ്നം അർജന്റീനയിൽ തന്നെ വേറൊരു കേസായിട്ടുണ്ട്, കോടതിയിലെ കേസുണ്ട്. AFA എന്തുകൊണ്ടാണ് നേരിട്ട് പണം സ്വീകരിക്കാതെ ഇങ്ങനെ ഏജൻസിയെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഉയർന്ന ചോദ്യം. കാരണം ഇവർ സ്വീകരിക്കുന്ന പണത്തിൻ്റെ 30% ഈ കമ്പനി എടുക്കുകയാണ്. അവർ സ്വീകരിക്കുന്ന പണത്തിൻ്റെ 30% ഈ കമ്പനി എടുക്കുകയാണ്. ബാക്കി AFAക്ക് എന്ന രീതിയിൽ ആ എഗ്രിമെൻറ്റിൽ അങ്ങനെയാണുള്ളത്. ഇനി AFA ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവർ AFAയുടെ അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരാതെ സാധാരണ AFAയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നാൽ അർജന്റീനയിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടി അവിടെയുള്ള പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാതെ ഇവർ തട്ടിയെടുക്കുന്നുള്ള ആക്ഷേപം കോടതിയിൽ അവിടെ ഒരു കേസ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. അവർ AFA പറഞ്ഞിട്ടുള്ള ഏജൻസി പൈസ കൊടുത്തു, പക്ഷേ ഇവർ കരാർ പാലിച്ചത് വരാൻ കഴിഞ്ഞിട്ടില്ല. പണം തിരികെ കൊടുത്തോ റിപ്പോർട്ടർക്ക് എന്നുള്ളത് നമുക്കറിയില്ല. അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, കാരണം വരാതിരുന്ന സാഹചര്യത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു പ്രശ്നം RBC എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഈ പണം ആർക്ക് കൈമാറിയിട്ടുള്ളത്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ പണം ആദ്യം 9 മില്യൺ കൊടുക്കുന്നു, പിന്നെ 4.5 മില്യൺ വേറെ ഫണ്ട് ചെയ്യുന്നതിന് ഇത് ടാക്സാണ് കൊടുക്കുന്നത്. ഇത്രയും പണം കൈമാറുമ്പോൾ ഇവരുടെ വരുമാന സ്രോതസ് അന്വേഷിക്കണ്ടേ? ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ കൂടി മാത്രമേ പണം കൈമാറാൻ പറ്റൂ. അപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി പണം അയക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിന് വേണ്ടി അയക്കണം. ഇതിവിടെ എന്താണ്? ഇത് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ അല്ല, ഒരു കമേഴ്ഷ്യൽ ഇവൻ്റാണ്, ഒരു സർവീസ് ഇതാണ്. അതിലിങ്ങനെ പണം കൈമാറാൻ പറ്റുമോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വേണം. മാത്രമല്ല ഈ പണത്തിൻ്റെ സ്രോതസ് അറിയണമല്ലോ. ഇത്രയും വലിയ തുക ചെറിയ തുകയല്ല. അത് ഒരു ടെലിവിഷൻ ന്യൂസ് ചാനലിനെ സംബന്ധിച്ച് 140 കോടിയോളം രൂപ, 126 അല്ലെങ്കിൽ 140 കോടിയോളം രൂപ എന്ന് പറയുന്നതെങ്കിൽ $14.5 മില്യൺ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അപ്പോൾ അത്രയും വലിയൊരു തുക കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്രോതസ് കാണണ്ടേ? ഇത് ഏത് കമ്പനിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഫണ്ടാണ്? ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നതെന്ന് അന്വേഷിക്കണ്ടേ? അതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഫണ്ടിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് അന്വേഷിക്കണം. ഇൻകം ടാക്സ്, ED തുടങ്ങിയ, അതുപോലെ FEMA വയലേഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനർത്ഥം അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിൽ FEMA വയലേഷൻ ഉണ്ടെന്നോ ഇതിൽ ക്രമക്കേടുണ്ടെന്നോ ഇത് കള്ളപ്പണമാണെന്നൊന്നും അർത്ഥമാക്കുന്നില്ല. പക്ഷേ ഇത് ഡ്യൂബിയസ് ആണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ടർ അവിടെ നിന്ന് കള്ളപ്പണം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ല ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇത് ഡ്യൂബിയസ് ആണ്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സർക്കാർ ഇത്തരം ഒരു പരിപാടിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ചട്ടങ്ങൾ പ്രകാരവും നിയമങ്ങൾ പ്രകാരവും പ്രവർത്തിക്കേണ്ട ഒരു ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ സ്പോൺസറെ, ദാറ്റ് മീൻസ് RBCയെ തിരഞ്ഞെടുത്തത്, അതിന് ടെൻഡർ വിളിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത്. അതിൽ ഉന്നയിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗോട്ടാഡ് LLC എന്ന് പറയുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയാണ് ആദ്യം പ്രപ്പോസലുമായിട്ട് സർക്കാരിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ ആദ്യം പ്രപ്പോസൽ വരിക എന്ന് പറഞ്ഞാൽ അവരും ഈ RBC തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊരു ഷെൽ കമ്പനിയാണോ? രണ്ടുപേരും ഒരേ അഡ്രസ്സാണ്. ഒരേ അഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്യൂബിയസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ആർ ബി സിയുടെ ഡയറക്ടർമാരുമായി ബന്ധപ്പെട്ട കമ്പനികൾ എല്ലാം ഒരു എന്താണ് പറയുക, ഒരു ഡ്യൂബിയസ് പാസ്റ്റുള്ള കമ്പനികളാണ്. ഷെൽ കമ്പനികളൊന്നും ഒറ്റ മോഡലിൽ തോന്നുന്ന കമ്പനികളാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചമണി, സച്ചാർ അങ്ങനെ തുടങ്ങിയുള്ള കമ്പനികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇപ്പോൾ ഷെൽ കമ്പനികൾ ധാരാളം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനി കാര്യ മന്ത്രാലയം അത്തരം കമ്പനികളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കൂളായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം കമ്പനികൾ എന്താണ് 14.5 മില്യൺ ഡോളറൊക്കെ വളരെ ഈസി ആയിട്ട് വിദേശത്തേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ സംതിങ് ഫിഷി എന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയും ഇവർ അന്വേഷിച്ച് വരുന്നില്ല. ഇപ്പം മുട്ടിൽ മരൻമുറി കേസുണ്ടായി. ഇതേ കമ്പനിയുടെ ഡയറക്ടർമാർ വെച്ചുണ്ടായ കേസാണ്. ആ കേസിൽ ഇന്നിപ്പോൾ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കേസിൽ തന്നെ ED അന്വേഷണം തുടങ്ങിയതാണ്. ആ അന്വേഷണം എവിടെ എത്തി? EDക്കും അതിലൊരു പ്രശ്നമൊന്നുമില്ല. അതിൽ കള്ളപ്പണം വിളിപ്പിച്ചതൊന്നും ED കണ്ടെത്തുന്നില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഈ കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര ഏജൻസികൾ ആരും ഇവിടെ വട്ടമിട്ട് പറക്കുന്നില്ല, ഇവരെ പറ്റി അന്വേഷിക്കുന്നില്ല, ഇവരെക്കുറിച്ചൊരു പ്രശ്നമില്ല. 14.5 മില്യൺ ഡോളർ വിദേശത്തേക്ക് അയച്ചാലും അതിൽ RBIക്ക് പ്രശ്നമില്ല, കേന്ദ്ര ഏജൻസികൾ പ്രശ്നമില്ല, പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ സംരക്ഷണ വലയം, രാഷ്ട്രീയമായ സംരക്ഷണ വലയം മറ്റിടത്തുണ്ട്. അത് കേരളത്തിലല്ല, മറ്റൊരിടത്തുണ്ട്. ഒരുപക്ഷെ ആ പണത്തിൻ്റെ സ്രോതസ് പോലും അത്തരം കേന്ദ്രങ്ങളിൽ നിന്നാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്ന് നമുക്കറിയില്ല. ആവശ്യപ്പെട്ടാൽ തന്നെ ആ ഏജൻസികൾ ഈ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുട്ടിൽ മരമുറി കേസിൽ ED അന്വേഷണം എവിടെയെങ്കിലും കൺക്ലൂഷനിൽ എത്തേണ്ടതായിരുന്നു. എവിടെ എത്തിയിട്ടില്ല. ഏതുപോലെ കൊടകര കുഴൽപ്പണ കേസ് പോലെ ഇതും എവിടെയും എത്തിയിട്ടില്ല. അത്തരം എങ്ങും എത്താതെ പോയ ED അന്വേഷണങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കണക്ഷൻ ഈ പണത്തിനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം കിട്ടേണ്ടത്.